സോ ഞാനിപ്പോൾ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ കടന്നിട്ട് മേലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ സൺസെറ്റ് തന്നെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതിൽ ഗ്ലാസ് വെച്ചുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ട്രീസ് നല്ല സൺഷൈൻ ഉള്ളത് കൊണ്ട് ആ സ്നോ ഫ്ലേക്സിലേക്ക് ഇറ്റായിട്ട് ആ സ്നോ ഫ്ലേക്സ് നല്ല ബ്രേക്കായിട്ട് ഓരോ ചെറിയ ഫ്ലേക്സ് ആയിട്ട് താഴെ വീഴുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ കാണിച്ചു തരാൻ പറ്റും നമുക്ക് കഴിയുന്നില്ല. കാരണം ക്യാമറ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും തോന്നും നമുക്ക്. ഐ വിൽ ട്രൈ, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ എന്ത് വേണ്ടവായി ലൈഫിൽ തിന്നാനും കുടിക്കാനൊന്നും എടുക്ക് പോകണ്ടെങ്കിലേ രാവിലെ എണിച്ചിട്ട് ഇവിടെ തന്നെ കടന്നുറങ്ങി ഫ്രോസാന്നില്ലെങ്കിൽ ഇവിടെ തന്നെ കടന്നുറങ്ങി ഇങ്ങനെ ഒരു മരത്തിനിടയിൽ ഇങ്ങനെ കടന്നിട്ടില്ല. ഇങ്ങനെ കണ്ണ് ചിമ്മിട്ട് ഫ്രഷ് എയറിങ് ബ്രീത്താക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. താങ്ക്സ് ഗോഡ്. പഠിച്ചവനോട് നന്ദി പറയണം. ഇങ്ങനത്തെ ഒരു ക്രിയേഷന്, അവൻ്റെ ഒരു ഐഡിയ, ക്രിയേറ്റിവിറ്റി ഗ്രേറ്റ്. സോ നിങ്ങൾ ഈ കാംനെസ് ഫീൽ ചെയ്യുമ്പോൾ ഇല്ല, ഐ ഡോണ്ട് നോ ഹൗ ടു. എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ നോ വേർഡ്സ്. എൻ്റെ കാല് ചെറുങ്ങനെ ഫ്രീസ് ആകുന്നുണ്ട്. കാരണം എന്നാൽ ഷൂവിൻ്റെ ഉള്ളിലേക്ക് സ്നോ പോയി. അപ്പോൾ സോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെൽട്ടായിട്ട് ഇങ്ങനെ കടിച്ചതുപോലെ തുടങ്ങുന്നുണ്ട്. ഐ ഡോണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സഹിക്കാൻ റെഡിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു കാഴ്ച ഞാൻ കാണിക്കാം. എൻ്റെ സെറ്റൊന്ന് ക്യാമറ ടേൺ ആക്കുന്നതാണ്. ഒരു മിനിറ്റ്. ഇല്ല, ഇത് ഫ്രണ്ട് ക്യാമറയിൽ ബാക്ക് ക്യാമറയായിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മജ. ഫോൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോൾസ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ട, ഇത് ഉള്ളിലുള്ള എൻ്റെ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇല്ലേ, ഉള്ളിലേക്ക് ഇടുന്ന ഗ്ലൗസാണ് ഇത്. തുണീൻ്റെ ഗ്ലൗസ്. വീലേക്ക് സ്നോ കൊണ്ടുമ്പോൾ എൻ്റെ ഈ ഗ്ലൗസിലേക്ക് ടച്ച് വർക്കാകുന്നില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ ഇത് പുറത്ത് വരുന്ന നമുക്ക് മറക്കും, ആയിട്ട് മറക്കും. അപ്പോൾ എന്താണ്, ഇത് അറിയാതെ കുത്തുമ്പോൾ ഇല്ലേ കൈ ഫ്രോസാണ്. എന്നിട്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഇല്ലേ, ഇതിൻ്റെ ഉള്ളിൽ സ്നോ, ഇതിൻ്റെ ഉള്ളിൽ വേറെ ഫ്രോസാണ്. ഭയങ്കര പ്രശ്നമാണ്. ഇതാണ് സ്കിന്നിൻ്റെ തൊലിയിലെല്ലാം ഉണ്ടാക്കുന്നില്ല. എന്തിൻ്റെ തൊലി അറിയില്ല, ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫ്, കുറച്ച് സെറ്റായി. പിന്നെ തണുപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് തന്നെ ഇരിക്കുന്നത്, മൂവാവാതെ ഇരിക്കുന്നവിടെ. മൂവാകുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേറ്റ് ആയിക്കോണ്ടാവും. അപ്പോൾ നമുക്ക് വാമാവും നമ്മളെ ബോഡി. നമുക്ക് അത്ര ഒരു തണുപ്പ് ഫീലാണ്. എഴുത്തിയിൽ സിറ്റ് സ്റ്റില്ലായെങ്കിൽ ബ്ലഡ് അവിടെ സർക്കുലേറ്റ് ആകുന്നില്ല, അപ്പോൾ കൂടുതൽ തണുപ്പ് ഫീലാവും. അങ്ങനത്തെ ഒരു മാറ്റർ ഉണ്ട് ഈ തണുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്ത് അങ്ങനത്തെ തണുപ്പിനെ കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചിട്ട് എന്ത് ഇല്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ തണുപ്പ് എന്ന് പറഞ്ഞാൽ -ഡിഗ്രി. രാവിലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടായി. എനിക്ക് എൻ്റെ നോസ് ബ്ലോക്കായി. എടുത്ത് ഇന്നലെ കുറച്ച് സ്നോയിലെടുത്തിന്, അതുകൊണ്ടാണെന്ന് അറിയില്ല. നോസ് ബ്ലോക്കായിട്ട് വന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ട് ഐ ഫീൽ റിയലി സ്ലീപ്പി ടുഡേ. പിന്നെന്ന് പറഞ്ഞാൽ കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം, സ്പെഷ്യലി ഈ ഒരു പ്ലേസിൽ രാവിലെ എണിച്ചിട്ട് ആ സൂര്യന് ഉദിക്കുന്ന ആ ഒരു സീനറി കാണാൻ. വലിയൊരു സൺറൈസ് കാണുന്നില്ല ഇവിടെ, കാരണം സ്നോയിലിങ്ങനെ പൊതിഞ്ഞുകൊണ്ട് സണ്ണിന് പുറത്ത് വരാൻ വേണ്ടി പറ്റുന്നില്ല. എന്നെങ്കിൽ ആ ഉള്ളത് വെച്ച് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എന്നിട്ട് നല്ലൊരു ചൂട് കോഫി നല്ല കുടിക്കും. അപ്പോൾ വാറ്റയൊക്കെ ഈ തണുപ്പിനില്ല, വാറ്റ് നല്ല ചൂട് കോഫി ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇല്ല, ഓരോ ഡ്രോപ്പ് കോഫീൻ്റെ ഓരോ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ബാറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് ആ ബാറ്റിലേക്ക് എത്തുന്ന ടൈമും കാര്യവും. സോ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. സ്വീഡനിൽ വന്ന ഫസ്റ്റ് ടൈമിൽ എനിക്ക് കോഫിയിൽ ഇഷ്ടപ്പെട്ടു, കാരണം ഡാർക്ക് കോഫിയാണ്, മിൽക്കും ഷുഗറൊന്നും യൂസ് ചെയ്യാതെ കുടിക്കുന്ന ഡാർക്ക് കോഫിയാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആസ് ഫാർ നാവ് കപ്പിൾ ഓഫ് ഇയേഴ്സ് പാസ്, എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുന്ന ടൈമിൽ ഞാൻ സ്വീഡിഷ് കോഫി കൊണ്ടുവരും. കാരണം ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് കോഫി. ആ ഒരു അഡിക്ഷൻ പോലെ സ്വീഡിഷ് കോഫി ആ മൈൻ. സോ കോഫി മേക്സ് യു വാം. അതുകൊണ്ടാണ് ഈ
സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻസ് കൂടുതൽ കോഫി കുടിക്കുന്നത്. കാരണം അവരുടെ ക്ലൈമറ്റ് പ്ലേ എ ബിഗ് റോൾ. എപ്പോഴും തണുപ്പിലൊരു ഹോട്ട് ഡ്രിങ്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കോഫി, സ്പെഷ്യലി ടീ, ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. കോഫി ഉള്ളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു നല്ല ഫീലിംഗാണ്. സോ അതുകൊണ്ടാണ് അവരിങ്ങനെ കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ എന്ത് പറയേണ്ടത്, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു ഡീപ്പ് ഫോറസ്റ്റാറിന് ഞാൻ ഒരു മിഡിലെത്തിന്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ പോയെങ്കിൽ വീട് കിട്ടും, എന്തെങ്കിലും വീട്, കാറ് പോകുന്ന റോഡെല്ലാം നോക്കും. കാരണം ഐ എം സ്റ്റിൽ ഇൻ എ ഡീപ്പ് ഫോറസ്റ്റ്. സോ ഇനിയും പോകാനുണ്ട് കുറേ അങ്ങോട്ട് പോകും. പക്ഷെ എനിക്ക് ഒന്നാമത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ടൈപ്പ് ഉണ്ടാവില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ബൈ വരുത്തിയിട്ട് പോയാൽ അവരവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ലഞ്ച്. അപ്പോൾ അതിന് മുമ്പ് എത്തണം. 12 ടൈം പറഞ്ഞത്, ഓൾറെഡി 12 ആയി. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ ഇന്ന് എനിക്ക് തോന്നുന്നതില്ലേ, അവിടെ പോയിട്ട് തന്നെ ഈ ഫോണ് ഫ്രോസായിട്ട് ഓഫ് ആയെങ്കിൽ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. സോ ഇന്ന് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഞാൻ റിട്ടേൺ പോകും, പെരക്ക് പോകും. ഓക്കെ. സോ ഫിലി ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ഷി വാണ്ട് ടു പ്ലേ സം സ്നോ ആക്ടിവിറ്റീസ്. സോ ചെറിയ എന്തോ നോയ്സ് കേൾക്കുന്നുണ്ട് മൂടൽ. ബിയറാകുമ്പോൾ നമുക്ക് പേടിയാണ്. സോ ഞാൻ നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്യുന്നുണ്ടോ, രാവിലെ കുറച്ച് കോഫി ഉണ്ടാക്കിയിട്ട് മഗ്ഗിലെടുത്തിട്ട് ഇവിടെ വന്നിട്ട് കോഫി കുടിക്കാൻ നിങ്ങളൊക്കെ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. തീരുമാനിച്ചിട്ടാ, പക്ഷേ പ്ലാൻ ഉണ്ട്. പക്ഷെ കോഫി ഫ്രീസാവോ എന്ത് കഥയെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അത് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇൻഷാ അല്ലാ, ഐ ഹോപ്പ് ഐ ഗെറ്റ് സം വ്യൂവേഴ്സ്. ഇത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സ് പോകണമെന്നുണ്ട്. സോ എന്നിട്ട് നിങ്ങൾ തരുന്ന നെക്സ്റ്റ് ചാലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. സോ അങ്ങനെ വന്നെങ്കിൽ, ഓർ യു ജസ്റ്റ് വാണ്ട് ടു സീ മൈ വീഡിയോ, അതും ഓക്കെ. സോ നെക്സ്റ്റ് എൻ്റെ ഒരു ചാലഞ്ച് അറിയുന്നത്, ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഒരു ട്രീ ഇങ്ങനെ ഹെവി ആയിട്ട് ഫോളായിട്ട് ഇങ്ങനെ വീണിട്ടുണ്ട്. എന്ത് സ്നോ ഭയങ്കര വെയിറ്റ് കൂടിയിട്ട്. അതിൻ്റെ അകത്ത് കൂടിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാതെ ആ സ്റ്റോണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു നെക്സ്റ്റ് ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് പറ്റുമെന്നറിയില്ല, കാരണം അത് വീണാൽ എനിക്ക് ഭയങ്കര സാഡാവും. കാരണം അത്ര അങ്ങനെ ആ ഒരു ഷേപ്പിൽ എത്തിച്ചേരാൻ അത്ര പണി പിടിച്ചിട്ടുണ്ടാവും. സോ അത് നമ്മൾ ബ്രേക്ക് ആക്കുമ്പോൾ ഒരു നാച്ചുറോട് ചെയ്യുന്നൊരു ബാഡ് ഫീലിംഗ് ആണ്, എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. സോ അത് ഞാൻ ട്രൈ ചെയ്യും നെക്സ്റ്റ്. സോ നിങ്ങൾ എൻ്റെ കൂടെ വേണം. ഉണ്ടോ ഈ കാംനെസ് ഒന്ന് ശ്രദ്ധിക്കാമല്ലോ. എന്ത് അലമ്പില്ല ദുനിയാവിൻ്റെ ആൾക്കാരൊരു അലമ്പില്ല. കണ്ണടിച്ചിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യ നാച്ചുറൽ. ഈ സൺഷൈന് ഫോക്കസ് ചെയ്യുമ്പോൾ ഇല്ലേ, ചെറിയ സ്നോ ഫ്ലേക്സ് ഇങ്ങനെ ഗ്ലിറ്ററായിട്ട് വീഴുന്നുണ്ട് ട്രീന്ന്. പക്ഷെ അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കാണിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നേരെ കണ്ണുകൊണ്ട് തന്നെ കാണും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. ആ സ്നോ ഫ്ലേക്സ് ഇങ്ങനെ ഗ്ലിറ്ററായിട്ട് താഴേക്ക് ഇങ്ങനെ വീഴുന്നു സണ്ണ് കൊള്ളുമ്പോൾ. ഞാൻ കുറേ നോക്കി, പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല. സോ പിന്നെ എന്നോട് കുറേ ആൾ പറയുന്നുണ്ട്, നീ ട്രീ ഷെയ്ക്ക് ചെയ്തിട്ട് ആ സ്നോഫോൾ ചെയ്യുന്ന വീഡിയോ എടുക്കണം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു മനസ്സനുഭവിക്കുന്നില്ല. എനിക്ക് അതിനൊരു വേദന ആവുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. തൊണ്ട ചെറിയ കിച്ചുണ്ട്. 2 സൈഡിൽ സ്നോ തന്നെ കിടക്കുന്നത്, അതിൻ്റെ ഒരു എഫക്റ്റ് ആണെന്നറിയില്ല. എനിവേ
അപ്പോൾ ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്തിലൂടെ പോകുന്ന ആ ഒരു ചാലഞ്ച് എടുക്കുന്നു. ഓക്കെ.